15th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ലേഡീസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ വാസ് എ ഫീച്ചർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ്. ചോദ്യം ഇതാണ്, താഴെ തന്നിരിക്കുന്ന ഡൈനാസ്റ്റിയിലെ ഏത് ഡൈനാസ്റ്റിയുടെ ഫീച്ചറായിരുന്നു അഡ്മിനിസ്ട്രേഷനിൽ ലേഡീസ് അഥവാ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റ് ഭരണനിർവഹണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ചഹമാനാസ്, ചണ്ടേലാസ്, ചാലൂക്യാസ്, ചോളാസ് ഒക്കെയാണ്. ഏർലി മിഡീവൽ കാലഘട്ടത്തിലേക്കടക്കം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ഡൈനാസ്റ്റീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ ഉള്ള ക്വസ്റ്റ്യനാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തരം ചാലൂക്യാസ് ആണ് വരിക. 16ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മാൾവ സുൽത്താൻസ് ഹാഡ് കൺസ്ട്രക്റ്റഡ് എ ഗ്രാൻഡ് ദാറുൽ ഷിഫ അഥവാ ഹോസ്പിറ്റൽ ഇൻ മാണ്ടു? ഏത് മാൾവ സുൽത്താനാണ് മാണ്ടു എന്ന പ്രദേശത്ത് ദാറുൽ ഷിഫ അഥവാ ഹോസ്പിറ്റൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ഇതിൽ ഒരു പോയിന്റ് കൂടി അഡീഷണൽ ശ്രദ്ധിക്കേണ്ടത്, ദാറുൽ ഷിഫ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റെ ഒരു ടേം ആണ് എന്നുള്ളത് ശ്രദ്ധിച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാം, ഏതെങ്കിലും ഒരു ടേം എടുത്ത് വെച്ചിട്ട് എന്താണ് ഇത് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ മിഡീവൽ ടേം എന്തായിരുന്നു എന്നൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ദാറുൽ ഷിഫ എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങനെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ദാറുൽ ഷിഫ മാൾവ സുൽത്താൻ ഉണ്ടാക്കിയിട്ടുണ്ട് മാണ്ടൂല്. അത് ഏത് മാൾവ സുൽത്താൻ ആണെന്നാണ് ചോദ്യം. ഉത്തരം മഹ്മൂദ് ഖൽജി ഫസ്റ്റ് എന്ന് പറയുന്ന മാൾവ സുൽത്താനാണ്. രണ്ടിൻ്റെ ഉത്തരം ഇവിടെ കാണാൻ പറ്റും. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദ റിഫോമിസ്റ്റ് മുസ്ലിം ലീഡർ പബ്ലിഷ്ഡ് എ മോഡേണിസ്റ്റ് ഉറുദു ജേർണൽ തഹ്സീബ് അൽ അഖ്ലാഖ്? ഓപ്ഷൻസ് ജമാലുദ്ദീൻ അഫ്ഗാനി, സെക്കൻഡ് ഓപ്ഷൻ സയ്യിദ് അഹമ്മദ് ഖാൻ, തേർഡ് ഓപ്ഷൻ മുഹ്സിൻ അൽ മുൽക്ക്, ഫോർത്ത് ഓപ്ഷൻ മുഹമ്മദ് ഇസ്മായിൽ യൂസഫ്. ഉത്തരം ഓപ്ഷൻ ബി സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സയ്യിദ് അഹമ്മദ് ഖാനിൻ്റെ ഉറുദു ജേർണലാണ് തഹ്സീബ് അൽ അഖ്ലാഖ് എന്ന് പറയുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ മെഗാലിത്തിക് കൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ മെഗാലിത്തിക് കൾച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന എക്സാമ്പിൾസ് അയൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ്, ഹോൾസ്, ജോവേ വെയർ, സാർക്കോഫാഗി, ഡോൾമെൻസ്. 17ാമത്തെ ചോദ്യം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണെങ്കിൽ 18ാമത്തെ ചോദ്യം മെഗാലിത്തിക് കൾച്ചറിലേക്ക് മാറി. അപ്പോൾ മെഗാലിത്തിക് കൾച്ചറിൻ്റെ പ്രത്യേകത ഓർക്കുമ്പോൾ അയൺ കൾച്ചറാണ് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത് അയൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് എന്നുള്ളത് ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾ എ നമുക്ക് ഓപ്ഷനിൽ വേണം, നിർബന്ധമാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ആൻസർ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് നോക്കണം. എ എന്ന് പറയുന്ന എക്സാമ്പിളിലുള്ള 2 ഓപ്ഷൻസ് മാത്രമേ അവിടെ ഉള്ളൂ, ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും. ബാക്കി രണ്ടിലും എ ഇല്ല. അപ്പം ഓൾറെഡി 2 എണ്ണം എലിമിനേറ്റഡ് ആയി പോയി. അപ്പം എ വേണോ സി വേണോ എന്ന് മാത്രമേ ഇനി നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ. ഇതിൽ ഉത്തരം അറിയെങ്കിൽ കറക്റ്റായിട്ട് എഴുതുക. അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സെലക്ട് ചെയ്താൽ 50-50 ചാൻസെങ്കിലും ആയി ഉത്തരം കറക്റ്റ് ആവാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് നോക്കണമെന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ ഹോൾസ് ആണ്. കൺഫ്യൂസിങ് ആയിരിക്കാം. നമുക്ക് ഇവിടെ മെഗാലിത്തിക് കൾച്ചറിൽ അല്ലെങ്കിൽ അയൺ കൾച്ചറിൽ കുതിര ഉണ്ടായിനോ ഇല്ലയോ എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കാം. അവിടെ ഇരിക്കട്ടെ. ജോവേ വെയർ എന്ന് പറയുന്നത് ഒരു ചാൽക്കോലിത്തിക് കൾച്ചറായിരുന്നു. ആയതിനാൽ ജോവേ വെയർ നമുക്ക് ഒഴിവാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ഇരിക്കട്ടെ. സാർക്കോഫാഗി എന്നതും നമുക്ക് അത്ര അറിയണം നിർബന്ധമില്ല. പക്ഷേ ഡോൾമെൻസ് അറിയാം, ഒരു മെഗാലിത്തിക് മോണുമെൻ്റ് ആയിരുന്നു. സ്വാഭാവികമായും എയും ഇയും ഉള്ള ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ കണ്ടുപിടിച്ച എ എന്ന് പറയുന്ന ഓപ്ഷനിലും സി എന്ന് പറയുന്ന ഓപ്ഷനിലും ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഒഴിവാക്കും? നമുക്കറിയുന്ന ജോവേ വെയർ എന്ന് പറയുന്നത് ചാൽക്കോലിത്തിക് കൾച്ചറാണെന്ന് അറിയുന്ന സ്ഥിതിക്ക് അത് ഒഴിവാക്കിയാൽ മതി. സോ ചുരുക്കി പറഞ്ഞാൽ എ ബി ഡി ഇ അയൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് ഉണ്ട്, ഹോൾസ് ഉണ്ട്, സാർക്കോഫാഗി ഉണ്ട്, ഡോൾമെൻസ് ഉണ്ട്. ജോവേ വെയർ മാത്രമില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ എ ആണ്. അതായത് ഈ 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ എന്ന് പറയുന്ന ഓപ്ഷനാണ് വരിക. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. സാർക്കോഫാഗി എന്ന് പറയുന്നത് ലെഗ്ഡ് കഫിൻ മെയ്ഡ് ഓഫ് ടെറാക്കോട്ട എന്നാണ്. വ്യക്തമായി പറഞ്ഞാൽ വലിയ ഒരു കലം പോലത്തെ, കലം നല്ല മണ്ണിൻ്റെ മൺകലം, വലിയ മണ്ണിൻ്റെ കലം, അതിന് താഴെ 4-3 കാല് വെച്ചിട്ടുള്ള വലിയ മണ്ണിൻ്റെ കലം ഉണ്ടാവും. ആ മൺകലത്തിനെയാണ് സാർക്കോഫാഗി എന്ന് പറയുന്നത്. അത് വെറുതെ മൺകലായിട്ട് വെക്കല, അതിലായിരുന്നു ഈ മെഗാലിത്തിക് കൾച്ചറിലുള്ള ആൾക്കാർ, ഏതോ ഒരു വിഭാഗം ആൾക്കാർ ഈ ഡെഡ് ബോഡീസിനെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോൾമെൻ പോലെ തന്നെ ഒരു തരത്തിലുള്ള സ്മാരകമാണ് ഈ സാർക്കോഫാഗി. അതൊരു മെഗാലിത്തിക് മോണുമെൻറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അയൺ ടൂൾ, ഹോൾസ്, സാർക്കോഫാഗി, ഡോൾമെൻ ഇതൊക്കെയും മെഗാലിത്തിക് കൾച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്.
പക്ഷേ ജോവേ വേറെ ചാൽക്കൊലിത്തിക് കൾച്ചറാണ്, അതുകൊണ്ട് ഈ മെഗാലിത്തിക് കൾച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതല്ല. 19th question, which one of the following were the features of the Santhal uprising of 1855? എഗെയിൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വന്നു. 1855 സാന്താൾ അപ്രൈസിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. ഇതിൽ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് ദ ഏരിയ ഓഫ് അപ്രൈസിംഗ് വാസ് കോൾഡ് ദാമിനിക്കോ. ട്രൈബൽ മെയ്ഡ് എ ഡിറ്റർമിൻഡ് അറ്റംപ്റ്റ് ടു എക്സ്പെൽ ദ ഔട്ട്സൈഡേഴ്സ്. Rebel proclaimed the complete annihilation of the alien regime. Tribals possessed the latest weapons. Tribals were opposed by Gwalas and Lohas, milkmen and blacksmith. സാന്താൾ അപ്രൈസിംഗ് ഒരു ട്രൈബൽ മൂവ്മെൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ട്രൈബൽസ് മെയ്ഡ് എ ഡിറ്റർമിൻഡ് അറ്റംപ്റ്റ് ടു എക്സ്പെൽ ദ ഔട്ട്സൈഡേഴ്സ്. ട്രൈബല് ഔട്ട്സൈഡേഴ്സായിട്ടുള്ള ബ്രിട്ടീഷുകാരെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു അപ്രൈസിംഗ് അഥവാ റയട്ട് തന്നെയായിരുന്നു സാന്താൾ അപ്രൈസിംഗ്. അതുകൊണ്ട് തന്നെ എക്സാമ്പിൾ ബി കറക്റ്റായി. ദ ഏരിയ ഓഫ് അപ്രൈസിംഗ് വാസ് കോൾഡ് ദാമിനിക്കോ. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം സാന്താൾസ് താമസിച്ചിരുന്ന ആ മലമുകളിലെ അപ്രൈസിംഗ് ഏരിയാസിൻ ആ ഒരു പ്രദേശത്തിന് ദാമിനിക്കോ എന്നാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. +2 NCERT ടെക്സ്റ്റ് ബുക്കിൽ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എക്സാമ്പിൾ സി, റബൽ പ്രൊക്ലൈം ദ കംപ്ലീറ്റ് അനിലേഷൻ ഓഫ് ദ ഏലിയൻ റെജിം. പുറമേ നിന്ന് വരുന്ന ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം മൊത്തമായിട്ടും തുടച്ചു നിൽക്കുകയല്ലായിരുന്നു ട്രൈബൽസിൻ്റെ ലക്ഷ്യം. അതും ശരിയാണ്. പക്ഷെ ഇവിടെ നോക്കുക, ട്രൈബൽ പൊസസ്ഡ് ലേറ്റസ്റ്റ് വെപ്പൺസ്. ട്രൈബൽസ് ലേറ്റസ്റ്റ് വെപ്പൺസ് എടുത്തിനോ ഇല്ലയോ എന്നാ ചോദ്യം. അതില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന ഡി നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ ഓപ്ഷൻ എ സ്വാഭാവികമായിട്ടും ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെയുള്ളത് ട്രൈബൽസ് വെർ ഒപ്പോസ്ഡ് ബൈ ഗ്വാളാസ് ആൻഡ് ലോഹാസ്. മിൽക്ക്മെൻ അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്ത് പോലുള്ള ആയിട്ടുള്ള മറ്റ് ടീമുകൾ ട്രൈബൽസിനെ ഒപ്പോസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവരെ ഒപ്പോസ് ചെയ്യാനൊന്നും ആരും പോയിട്ടുണ്ടായില്ല. ബ്രിട്ടീഷുകാരും അവിടുത്തെ അബോറിജിനൽസ് ആയിട്ടുള്ള ട്രൈബൽസും മാത്രമായിരുന്നു അതിൽ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടീസ് പറയുന്നത്. അതുകൊണ്ട് അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇ ആൻഡ് ഡി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സി ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നമുക്ക് കിട്ടും. അതായത് ദ ഏരിയ ഓഫ് അപ്രൈസിംഗ് വാസ് കോൾഡ് ദാമിനിക്കോ. ട്രൈബൽ മെയ്ഡ് എ ഡിറ്റർമിൻഡ് അറ്റംപ്റ്റ് ടു എക്സ്പെൽ ദ ഔട്ട്സൈഡേഴ്സ്. റബൽസ് പ്രൊക്ലൈംഡ് ദ കംപ്ലീറ്റ് അനിലേഷൻ ഓഫ് ദ ഏലിയൻ റെജിം. ഇത് മൂന്നുമാണ് താഴെ തന്നിരിക്കുന്നവയിൽ സാന്താൾ അപ്രൈസിംഗിൻ്റെ പ്രത്യേകതകൾ. Which of the following unpopular legislative and administrative measures were initiated by Lord Curzon? അതാണ് അടുത്ത ചോദ്യം. ലോർഡ് കേഴ്സൺ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും. അതിൽ എ ഓപ്ഷനാണ് കറക്റ്റ്. അതായത് എ ബി സി എന്ന് പറയുന്ന 3 എക്സാമ്പിൾസ് കറക്റ്റാണ്. ഡിയും ഇയും തെറ്റാണ്. കൽക്കട്ട മുനിസിപ്പൽ അമെൻമെൻറ്റ് ആക്ട് 1899, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904, ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രട്ട് അമെൻമെൻറ്റ് ആക്ട് ഫസ്റ്റ് ഇനാക്റ്റഡ് ഇൻ 1923. ഇത് 3 ലോർഡ് കേഴ്സൺ ഇനീഷ്യേറ്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ആണ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അഡീഷണൽ എക്സ്പ്ലനേഷൻ അവിടെ കാണാൻ പറ്റും. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് ലോർഡ് റിപ്പൺ, ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട് ഇത് രണ്ടും ലോർഡ് കേഴ്സൺ ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, അറേഞ്ച് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രോണോളജിക്കലി സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഏർലിയസ്റ്റ്. ആദ്യമുണ്ടായത് പിന്നീടുണ്ടായത് എന്നുള്ള രീതിയിൽ ക്രോണോളജിക്കലി തന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം. എക്സാമ്പിൾസ് ഫോർട്ട് വില്യം കോളേജ് കൽക്കട്ട, ബി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, സി സാൻസ്ക്രിറ്റ് കോളേജ് ബനാറസ്, ഡി കൽക്കട്ട മദ്രസ. ഈ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസും ആദ്യം ഏതുണ്ടായി പിന്നീട് ഏതുണ്ടായി എന്നുള്ള രീതിയിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആദ്യം ഉണ്ടായത് കൽക്കട്ട മദ്രസ 1781 ബൈ വാറൻ ഹേസ്റ്റിങ്. പിന്നീട് ഉണ്ടാക്കിയത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 വില്യം ജോൺസിൻ്റെ വക. അത് കഴിഞ്ഞ് സാൻസ്ക്രിറ്റ് കോളേജ് ബനാറസ് 1791 ജൊനാഥൻ ഡങ്കൻ ഉണ്ടാക്കി. ലാസ്റ്റിലാണ് ഫോർട്ട് വില്യം കോളേജ് കൽക്കട്ടയിൽ 1800 റിച്ചാർഡ് വെല്ലസ്ലി ഉണ്ടാക്കുന്നത്. ഇത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു ക്രോണോളജിയാണ് വരുന്നത്. ഏതൊക്കെ ലോർഡ്സ് എന്തൊക്കെ എപ്പോഴൊക്കെ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കം അവിടെ തന്നിട്ടുണ്ട്. 22nd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു മെഗസ്തനീസ് അസ്ട്രോനോമോയി ഇൻ ദ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ വാസ് ദ ഡാഷ്. ഇതൊരു ടേമിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അസ്ട്രോനോമോയി എന്ന് പറയുന്ന ഒരു ടേം മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെഗസ്തനീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഇൻചാർജ് ഓഫ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. മെഗസ്തനീസ് യൂസ് ചെയ്ത ടേമാണ് അസ്ട്രോനോമോയി എന്നുള്ളത്.